മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ ആദ്യമേ തന്നെ പറയാം, സുരേഷ് ഗോപിയെ കാണുമ്പോഴേക്ക് തെറി വിളിക്കുന്ന, ട്രോളുന്ന അത്തരം ആരും തന്നെ ഈ വീഡിയോ കാണണമെന്നേ ഇല്ല. അവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാവുന്നതാണ്. ഞാൻ ഏതായാലും ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്, സുരേഷ് ഗോപി ഇക്കഴിഞ്ഞ മണിക്കൂറിൽ മലയാളികളോട് വലിയൊരു തുറന്നു പറച്ചിൽ നടത്തിയിട്ടുണ്ട്. ഇവിടെ അദ്ദേഹം എന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്, ആ കൊണ്ടുവരുന്നതിൽ തന്നെ എത്രത്തോളം നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രി പോലും സാധാരണക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് കടക്കൽ കത്തിവെക്കുന്നു എന്നത് ഉൾപ്പെടെ അദ്ദേഹം ലേറ്റസ്റ്റ് ആയിട്ട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ആ തുറന്നു പറച്ചിലിന്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ ആദ്യത്തെ ഭാഗം ഒന്ന് കേട്ടു നോക്കൂ. കേന്ദ്ര ബഡ്ജറ്റിൽ നിന്ന് അനുവദിച്ച് തന്നിട്ടുള്ള തുകയിൽ നിന്ന് അത് ഉത്സവകാല ആഘോഷങ്ങൾക്ക് വേണ്ടി കേരളത്തിന് അനുവദിച്ചിട്ടുള്ള 80 ലക്ഷത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം 2025-26 എന്ന് പറയുന്നത് മാർച്ച് 31 കഴിഞ്ഞു കാലഘട്ടത്തിൽ 80 ലക്ഷത്തിൽ നിന്ന് 50 ലക്ഷമാണ് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് കൊടുത്തത്. 24 ലക്ഷമാണ് പുലിക്കളി സംഘങ്ങൾക്ക് അനുവദിച്ചത്. ഒരു 9 ലക്ഷം രൂപയുടെ അധികം ചെലവെന്ന് പറയുന്നത് സ്പെഷ്യൽ കമ്മീഷൻ ക്യാബിനറ്റിൽ നിന്ന് സാധ്യമാക്കിക്കൊണ്ടാണ്. അങ്ങനെ മൊത്തം ഏതാണ്ട് 89 ലക്ഷമാണ് കഴിഞ്ഞ വർഷം കൊടുക്കാൻ സാധിച്ചത്. ഈ വർഷം അത് 80 ലക്ഷവും അതിൽ നിന്ന് 20 ലക്ഷം നെഹ്റു ട്രോഫി, 20 ലക്ഷം ഉത്രട്ടാതി വള്ളംകളി. അതിന്റെ പാരമ്പര്യ സ്വഭാവം വളരെ കൾച്ചറൽ ആയിട്ടുള്ള ഒരു എലമെന്റ് ആയതുകൊണ്ട് അതുകൂടി കഴിഞ്ഞ തവണ സാധിച്ചില്ല. ഉൾപ്പെടുത്തിക്കൊണ്ട് 20 ലക്ഷം ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്ക്, ഈ വർഷം പുലിക്കളി സംഘങ്ങൾക്ക് 25 ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ തവണ വളരെ കൃത്യമായിട്ട് IAS-കാർക്ക് വായിച്ച് മനസ്സിലാക്കാൻ പാകത്തിൽ ഇതിന്റെ ഗൈഡ് ലൈൻസ്, സ്പോൺസർഷിപ്പ് ആണോ ഫണ്ടാണോ ഇതൊന്നും ഇങ്ങനെ വേർതിരിച്ച് പറഞ്ഞിട്ടില്ല. ഇത് ആത്യന്തികമായിട്ട് ഒരു സെൻട്രൽ സപ്പോർട്ട് ഫണ്ട് തന്നെ. അതിന് ചില പാരാഫർമി ഗൈഡ് ലൈൻസ് ആണ്. അത് പുലിക്കളി സംഘങ്ങൾ വായിച്ച് മനസ്സിലാക്കണം എന്ന് നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. ഇത് DTPC-യിലേക്കാണ് കേരള സർക്കാരിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വഴി വരുന്നത്. അവരിരുന്ന് ടൂറിസം സെക്രട്ടറി തുടങ്ങി ജില്ലാ കളക്ടർ, DTPC-യിലെ ഉദ്യോഗസ്ഥർ എല്ലാം വായിച്ച് മനസ്സിലാക്കുക. ഇതിന് ഞങ്ങൾക്ക് തലേന്നാണ് ഈ ഓർഡർ കിട്ടിയത് എന്ന് പറയുന്നത് അതിലേക്ക് വഴിതെളിച്ച ഒരു അഥവാ രാഷ്ട്രീയ പ്രവർത്തനം കൂടി ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കേട്ടില്ലേ? ഭൂമി മലയാളത്തില് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ പുലിക്കളിക്ക് ഫണ്ട് അനുവദിച്ചു, ഫണ്ട് കിട്ടുന്നു എന്ന്, പുലിക്കളി സംഘങ്ങൾക്ക് 25 ലക്ഷം രൂപ കൊടുക്കുന്നു എന്നൊക്കെ ഭൂമി മലയാളത്തില് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? സുരേഷ് ഗോപി ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം, അദ്ദേഹം ഇവിടെ ജനപ്രതിനിധിയായിട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നെഹ്റു ട്രോഫി വെള്ളം കളിക്ക് 50 ലക്ഷം, ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൊടുക്കുന്നതാ പറയുന്നത്. ഇതൊക്കെ നമ്മൾ ആരെങ്കിലും കേൾക്കുന്ന ഒരു കാര്യമാണോ? ഇത്രത്തോളം, അതായത് നമ്മുടെ സംസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ചൊരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ സംസ്കാരമൊക്കെ തന്നെ സാധാരണക്കാരായിട്ടുള്ള, പുലിക്കളിയൊക്കെ തന്നെയാണെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇതിനു വേണ്ടിയിട്ട് അവരുടെ ജോലി പോലും മാറ്റി വെച്ചിട്ട് വലിയ രീതിയിൽ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർക്ക് വേണ്ടിയിട്ട് വലിയ ഫണ്ട് അനുവദിക്കുന്നതിനൊക്കെ സുരേഷ് ഗോപിയോട് മലയാളികൾ കടപ്പെട്ടിട്ടില്ലേ? ലളിതമായ ചോദ്യ. ചില ആളുകൾ ചാടി വീണ് ചോദിക്കോ, എന്തിനാ സംസ്കാരം, അതിനൊക്കെ എന്തിനാണ്, അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇതൊരു ജനാധിപത്യല്ലേ എന്നൊക്കെ ചില മൊണ്ണകള് ചോദിക്കാൻ സാധ്യതയുണ്ട്, ചോദിക്കാറുണ്ട്. അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ബ്രിട്ടീഷ് രാജ്ഞിയെ ഇപ്പോഴും അവർ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. അവരുടെ സംസ്കാരത്തെ അവർ ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ ഗൾഫ് രാജ്യങ്ങള് അവരിടുന്ന പ്രത്യേക ഡ്രസ്സ് മലയാളികളോട്, പ്രത്യേകിച്ച് മറ്റ് രാജ്യത്തുള്ള ആളുകള് ഇടരുത് എന്ന് പോലും പറയുന്നത് അവരവരുടെ സംസ്കാരത്തിൽ പ്രൗഢി തോന്നുന്നത് കൊണ്ടാണ്. ആ ഒരു പ്രത്യേക ഗൾഫിലെ ഡ്രസ്സ് പോലും ഇവിടെ പലരും കോപ്പി അടിച്ചപ്പോ അത് അവർക്ക് പ്രശ്നമാണെന്ന് അവർ പറയുന്നത് അവരവരുടെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന. അങ്ങനെ ലോകത്തെല്ലാ രാജ്യങ്ങളും അവരുടെ സംസ്കാരങ്ങൾ ഉയർത്തിപ്പിടിക്കാറുണ്ട്. നമ്മുടെ മലയാളികളുടെ സംസ്കാരം തന്നെയാണ് ഈ പുലിക്കളി, ഈ സംവിധാനങ്ങളൊക്കെ തന്നെ
ഇതിനു വേണ്ടിയിട്ട് വലിയ രീതിയിൽ കേന്ദ്ര സർക്കാർ ഫണ്ട് ചിലവഴിക്കുന്നുണ്ട്. എന്നാൽ അത് നമ്മുടെ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ അതിന്റെയും കടക്കൽ കത്തിവെക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മന്ത്രി പോലും കടക്കൽ കത്തിവെക്കുന്നത്, ഏത് സാധാരണക്കാർക്ക് പണം ലഭിക്കുന്നതിൽ പോലും കടക്കൽ കത്തിവെച്ചതിനെ കുറിച്ചും സുരേഷ് ഗോപി പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്നും കേട്ടു. രാഷ്ട്രീയത്തിന് വേണ്ടി അല്ല എന്ന് തീർത്ത് പറയുമ്പോഴും ഞാൻ പറയുന്നു, ആ വീഴ്ച എന്റെ ഭാഗത്ത് നിന്നോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നോ തീർത്തും ഒരു അണുവിട പങ്കാളിത്തം ഇല്ലാത്ത ഒരു തെറ്റിനെ പാപമാക്കി മാറ്റി ലോക്കൽ ബോഡി ഇലക്ഷനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഏതൊക്കെ പിശാചുക്കളാണ് ഇത് ഉപയോഗിച്ചത് അവർ പ്രായശ്ചിത്തം ചെയ്യണം, പശ്ചാത്തപിക്കണം. അഡ്മിനിസ്ട്രേഷണൽ സ്റ്റേറ്റ്മെന്റ്, നോട്ട് എ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. ഇത്രയും പറയാതെ വയ്യ. പക്ഷെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ തന്നെ തൃശ്ശൂർക്കാർ മുഴുവൻ, ഏറ്റവും അവസാനത്തെ തൃശ്ശൂർ പൗരൻ വരെ മനസ്സിലാക്കുന്നത് പാവങ്ങളാണ് ഈ കലാ പ്രകടനവുമായി നിങ്ങളെ ആനന്ദിപ്പിക്കാൻ വലിയ ഉത്സവം, അതിന്റെ പേരിൽ കുറെ കച്ചവടം. എത്ര കോടി രൂപയുടെ കച്ചവടമാണ് പുലിക്കളിയുടെ പേരിൽ നടക്കുന്നത്? അതിന്റെ പങ്കെങ്ങാണോ അവർക്ക് കിട്ടുന്നുണ്ടാവും? ആരൊക്കെയാണ് ഈ ഫണ്ട് കൊടുക്കുന്നത്? ചെറുകിട കച്ചവടക്കാർ വരെ കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ ഈ അടുത്തിടയ്ക്കാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 25,000, 5,000, 10,000, 50,000 രൂപ വരെ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അവരുടെ എല്ലാം പരസ്യങ്ങളും വയ്ക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് ടൂറിസം ഇൻക്രെഡിബിൾ ഇന്ത്യ ഒരു 24 ലക്ഷം വെച്ച് കൊടുത്തപ്പോ അതിന്റെ ഒരു ലോഗോ പോലും വന്നില്ല എന്ന് പറയുന്നത് നിയമപരമായി വലിയ വീഴ്ച തന്നെയാണ്. അത് ഏറ്റു പറഞ്ഞുകൊണ്ട് ഒരു കത്ത് തന്നതിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് ഞാൻ അതിന്റെ ആദ്യത്തെ ഫയൽ ഒപ്പിട്ടത്. കാരണം ഇത് ഇപ്പൊ റെക്കോർഡിക്കലായി കഴിഞ്ഞു. കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ച എന്ന് ഏറ്റു പറഞ്ഞു കഴിഞ്ഞു. അതിനുള്ള രേഖകളും കൈവരിച്ചതിന് ശേഷം മാത്രമാണ് ഇത് അനുവദിച്ചത്. ഇത് കേരളത്തിലെ ജനങ്ങൾ അറിയണം. ഇവിടെ നിന്ന് ജയിച്ച് മന്ത്രിയായ, കേരള സംസ്ഥാനത്ത് മന്ത്രിയായ ഒരാളാണ് ഇതിനെ കൂടെ വിളിച്ചത്. അത്രയും അധമനാവുക എന്തിനു വേണ്ടിയായ. ഇനി സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് നൽകാൻ സാധിച്ചു. ഈ വർഷം 25 നൽകും. എന്റെ ആഗ്രഹം ഈ 80 ലക്ഷം കേരളത്തിന് ഉത്സവാഘോഷം എന്നുള്ളത് 1-1.5 കോടിയാകുന്ന നിമിഷം ഇത് 25-ൽ നിന്ന് 50 വരെ കൊണ്ടെത്തിക്കുന്നതിനുള്ള പരിശ്രമം നിങ്ങൾ കേട്ടില്ലേ? മന്ത്രി, ഉദ്യോഗസ്ഥന്മാര് ഇവരൊക്കെ തന്നെ വലിയ രീതിയിൽ കേരളത്തിൽ രാഷ്ട്രീയം കളിച്ച് സാധാരണക്കാർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ടിനൊക്കെ തന്നെ ബ്ലോക്ക് ഇടുന്നുണ്ട്. സുരേഷ് ഗോപി ഇത് നേരിട്ട് മാധ്യമങ്ങളോട് വിളിച്ചു പറയാ. സകല മലയാളികളും ഇത് വിവേകത്തോടു കൂടി തിരിച്ചറിയണോ. ഇവിടെ കേരളം ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരെ കേന്ദ്ര സർക്കാർ അധികം എന്തെങ്കിലും തന്നിട്ട് അത് ജനങ്ങള് കേന്ദ്ര സർക്കാർ തന്നെ, ഇനി കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന പാർട്ടിയെ കേരളത്തില് അധികാരത്തിലെത്തിക്കുമോ എന്ന് ഭയന്നിട്ട് നിറകെട്ട പൊളിറ്റിക്സുമായിട്ടാണ് ഈ പറയുന്ന കേരളം ഭരിക്കുന്ന UDF സർക്കാരൊക്കെ ഇപ്പോ മുന്നോട്ട് പോകുന്നത്. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് ലോബിയുണ്ട്. UDF സർക്കാരിനോട് ചായ്വുള്ള വലിയ സംവിധാനമുണ്ട്. ഇടതുപക്ഷ സംവിധാനത്തോട് വലിയ ചായ്വുള്ള ഉദ്യോഗസ്ഥ ലോബിയുണ്ട് ഇവിടെ നമ്മുടെ കേരളത്തില്. ഇവർ രണ്ടു കൂട്ടരും കൂടി കൂട്ടുകച്ചവടം നടത്തിയിട്ട് സാധാരണക്കാർക്ക് ലഭിക്കേണ്ട കേന്ദ്ര സർക്കാർ ഫണ്ടുകൾ ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്തതിന് പ്രത്യേകം ഓർക്കണം. സാധാരണക്കാർക്ക് ഈ പുലിക്കളി വിഷയം ഇപ്പൊ സുരേഷ് ഗോപി പറയുന്നത് കൊണ്ട് നമ്മൾ അറിഞ്ഞു. ഇതിനൊക്കെ തന്നെ ബ്ലോക്ക് ഇടുക. ഇവിടെ ഉദ്യോഗസ്ഥന്മാരും കേരളം ഭരിക്കുന്നവരും കൂടി ബ്ലോക്ക് ഇടുക. ഇത് മലയാളികൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യണം. സുരേഷ് ഗോപി പല പദ്ധതികള് ഇനി നിങ്ങളൊക്കെ കേട്ടാൽ ഞെട്ടുന്ന തരത്തില് ഒരുപാട് മുമ്പേ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ട് ഏത് രീതിയിലാണ് ഇവിടെയുള്ള ആളുകളെ കൈകാര്യം ചെയ്തത് എന്ന് സുരേഷ് ഗോപി തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. മാർക്കറ്റ്, ഒരു ഓപ്പൺ ലുലു മോൾ എന്ന് പറയുന്നത് ഞാൻ ലോക്കൽ ബോഡി ഇലക്ഷന് വന്ന് കൊടുത്ത വാഗ്ദാനമാണ്. അത് നടപ്പിലാക്കിയെടുക്കാൻ 200 കോടിയുടെ പ്രോജക്റ്റ്, അത് 3 ഫേസ് ആയിട്ട് 99 ലക്ഷമാണ് ആദ്യത്തെ ഗഡുവായിട്ട് കിട്ടാൻ സാധ്യതയുള്ളത്. സ്വദേശ് ദർശന്റെ എൻഹാൻസ്ഡ് വേർഷൻ ആണ് വരുന്നത്. SD3 അല്ല, 2.0യുടെ എൻഹാൻസ്ഡ് വേർഷൻ വരുന്നതിനടുത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള DPR ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് 2021 വർഗീസ് ഏട്ടൻ്റെ അടുത്ത് ചോദിച്ചു തുടങ്ങിയതാണ്. കൂടുള്ള വർഗീസാണ് അത് കലക്കിയത്. ഇന്ന് വരെ തന്നിട്ടില്ല DPR. പക്ഷെ 4 ദിവസം മുമ്പ് മേയറും ഡെപ്യൂട്ടി മേയറും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ആർക്കിടെക്ട്സ് എല്ലാവരും അവിടെ എറണാകുളത്ത് എന്റെ പെട്രോളിയം
കോൺഫറൻസ് റൂമിൽ വന്ന് ഏതാണ്ട് 3.5 മണിക്കൂറാണ് ഗോവയിൽ ഞങ്ങൾ ഇന്ത്യ ടൂറിസം ചെയ്തുകൊണ്ടിരിക്കുന്ന പവറും ടൗൺ സെന്റർ ആ ഡിസൈൻ വെച്ച് ഡിസ്കസ് ചെയ്തത്. അവർ പൂർണ്ണ തൃപ്തരായിട്ടാണ് പോയിരിക്കുന്നത്. ഇവിടുത്തെ DPR എനിക്ക് സെപ്റ്റംബർ 1 മുമ്പ് കിട്ടിയിരിക്കണം. ഓണം കഴിഞ്ഞ ഉടനെ, പുലിക്കളി കഴിഞ്ഞ ഉടനെ മേയറുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഗോവയിൽ പോയി ഈ സ്ട്രക്ചർ കാണുന്നുണ്ട്. അതിൽ നിന്ന് എന്തൊക്കെ അധികമായിട്ട് വേണം? നിങ്ങൾ കേട്ടില്ലേ, 2021 മുതൽ ഒരു ഓപ്പൺ ലുലു മാർക്കറ്റ്, ഒരു ഷോപ്പിംഗ് മാള്, ഒരു വലിയ സംവിധാനം 200 കോടി രൂപയുടേത് തൃശ്ശൂരിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഭരിച്ച കോർപ്പറേഷൻ നേതൃത്വവും അവിടെയുള്ള ആളുകൾ സമ്മതിച്ചില്ല എന്നാ സുരേഷ് ഗോപി കൃത്യമായിട്ട് തുറന്നു പറയുന്നത്. സകല വിവേകമുള്ള മലയാളികൾ തിരിച്ചറിയണം, സുരേഷ് ഗോപി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികള് നമ്മുടെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുമെന്ന് പറയുമ്പോഴും നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പറയുമ്പോഴും UDFും LDFും അതിനെ മത്സരിച്ച് കടക്കൽ കത്തിവെക്കുക. കാരണം എന്താ? ഒരൊറ്റ കാരണമേ ഉള്ളൂ, സുരേഷ് ഗോപി മത്സരിച്ചിട്ട് സ്വപ്നതുല്യമായ മാറ്റം കേരളത്തിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ നാളെ ഇവിടെ UDFന്റെയും LDFന്റെയും MLAമാർക്ക് ജയിച്ചു കയറാനാവില്ല. ഇവിടെയുള്ള കോർപ്പറേഷനുകളിൽ UDFനോ LDFനോ ജയിച്ചു കയറാനാവില്ല. അതിന് UDFും LDFും കൂടി തോന്നിവാസം ചെയ്യുന്നത് കേരളത്തിലെ സാധാരണക്കാരുടെ മുഖത്ത് നോക്കിയാണ്, കേരളത്തിലെ സാധാരണക്കാർക്ക് നേരെയാണ്. തൃശ്ശൂരിൽ കോടിക്കണക്കിന് രൂപയുടെ വികസനം കൊണ്ടുവരുമ്പോൾ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് എത്ര ആളുകൾക്ക് അവിടെ ജോലി ലഭിക്കും? വലിയ മാറ്റത്തിനൊക്കെ തന്നെ കടക്കൽ കത്തിവെച്ചാണ് UDFും LDFും ഒരുപോലെ നമ്മുടെ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. സുരേഷ് ഗോപി 2021 മുതൽ ഒരു 200 കോടി രൂപയുടെ പദ്ധതി പറഞ്ഞിട്ട് അത് ഇന്നിപ്പോ ഏകദേശമായി എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് വന്നു. ഇനി അത് ഇവരെത്രത്തോളം അംഗീകരിച്ച് നടപ്പിലാക്കുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇതേ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ, ഞാനിത് തൃശ്ശൂർ വരുന്ന കാലം മുതൽ അനുഭവിക്കുന്നതാണ്, കളക്ടർ ഡെയിലി അനുഭവിക്കുന്നത്. നമ്മുടെ ഈ ജംഗ്ഷൻ, പടിഞ്ഞാറേക്കോട്ട ജംഗ്ഷനിലെ റോഡിന്റെ അവസ്ഥ, ആ റോഡ് അങ്ങനെ അവിടെ ബ്ലോക്ക്. അവിടുത്തെ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്ന അവിടുത്തെ ഗട്ടറാണ്. അവിടെ എല്ലാ വണ്ടിയും ഇടഞ്ഞാണ് നീങ്ങുന്നത്. അതുകൊണ്ട് മാത്രമാണ് അവിടെ ട്രാഫിക് ബ്ലോക്ക്. ഞാൻ വാഗ്ദാനം തരുന്നു, എന്റെ പെട്രോളിയം കമ്പനീസിനെ കൊണ്ട് ആ റൗണ്ട് മൊത്തം കോൺക്രീറ്റ് ചെയ്ത് ഒരു ലെവലിലേക്ക് ഉയർത്തി കോൺക്രീറ്റ് ചെയ്യാനുള്ള ഫണ്ട് ഞാൻ കൊണ്ടെത്തിക്കാം. എനിക്ക് അനുവാദം തരുമോ ഇല്ലയോ എന്ന് പ്ലാനിംഗ് ഓഫീസർ, കാരണം MP ലാഡ്ജിൽ ചെയ്യാൻ ഒക്കത്തില്ല. ആ ബോട്ടിൽ നെക്ക് അവിടുന്ന് നീങ്ങിയാൽ അവിടേക്ക് വരുന്ന 5 റോഡിന്റെ ട്രാഫിക് എന്ന് പറയുന്നത് ഈസിലാണ്. അവിടെ ഒരു സിഗ്നൽ ലൈറ്റും വെച്ച് തരാൻ തയ്യാറാണ്, ഹൈമാസ്റ്റും വെച്ച് തരാൻ തയ്യാറാണ്. ഇതിപ്പോ ഒരു യൂട്ടിലിറ്റിയിലെ വീക്ക്നെസ് എന്താണെന്ന് അനുഭവത്തിൽ വന്നതിന്റെ പശ്ചാത്തലത്തിൽ കുറെ കാലമായിട്ട് മനസ്സിൽ കിടന്നത് ഇപ്പൊ വന്നപ്പോ പറഞ്ഞത്. ഇനി എന്റെ MP ലാഡ്ജിനെ സംബന്ധിച്ചുള്ള പദ്ധതികൾ മുഴുവൻ പബ്ലിക്കായിട്ട് മീഡിയ വിളിച്ചിരുത്തി പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അവിടെ ലോഡ്ജ് ചെയ്യാനായിട്ട് തരും. കാരണം ജനങ്ങൾ ഇത് അറിയണം, അധമന്മാർ ചുറ്റുവട്ടത്തിൽ ഇപ്പോഴും ഉണ്ട്, അവരുടെ വായ ഇനി തുറക്കാൻ പാടില്ല. നിങ്ങൾ കേട്ടില്ലേ, സുരേഷ് ഗോപിയോട് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുക. നിങ്ങൾ തൃശ്ശൂരില് കേരളത്തില് എന്ത് പദ്ധതി കൊണ്ടുവരാനാണെങ്കിലും നിങ്ങൾ UDFന്റെയോ LDFന്റെയോ നേതാക്കന്മാരോടോ ഉദ്യോഗസ്ഥരോടോ പറയേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ പബ്ലിക്കായിട്ട് വിളിച്ചു പറയൂ. അതിനെതിർത്ത് നിൽക്കുന്നത് ആരാണ് എന്നുള്ളത് കേരളത്തിലെ സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ സാധിക്കല്ലോ. സുരേഷ് ഗോപി എത്ര സുന്ദരമായിട്ടാണ് മറ്റൊരു വികസന പദ്ധതി എത്ര സുന്ദരമായിട്ട് അത് നടപ്പിലാക്കുമെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തിലെ UDF സർക്കാർ, ഇനി പറയുന്ന തൃശ്ശൂരിലെ നഗരസഭ, ഇവരൊക്കെ തന്നെ ഒരുമിച്ച് നിന്നാലേ എത്ര വലിയ കോടി പദ്ധതിയാണെങ്കിലും അവിടെ നടപ്പിലാക്കാൻ പറ്റൂ. അപ്പൊ ഇവർ എതിർക്കുകയാണെങ്കിൽ ഇത് കേരള ജനത തിരിച്ചറിയട്ടെ, സകല മലയാളികളും തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. നമ്മുടെ തലസ്ഥാന നഗരിയിലെ മേയർ VV രാജേഷ് എപ്പോഴും എടുത്തു പറയാറുണ്ട്, UDF സർക്കാർ കൂടി ഒരുമിച്ച് നിന്നാൽ മാറ്റം കൊണ്ടുവരാം. സുരേഷ് ഗോപി പറയുന്നു, UDF സർക്കാർ കൂടി അവിടെയുള്ള കോർപ്പറേഷനും കൂടി ഒരുമിച്ച് നിന്നാൽ വലിയ മാറ്റം കൊണ്ടുവരാം. UDF സുരേഷ് ഗോപിക്കൊപ്പം അതേപോലെ തന്നെ മേയർക്കൊപ്പം ഒന്നും നിന്നിട്ട് വികസനത്തിന് ഒപ്പം നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ മലയാളികൾ തീരുമാനിച്ചാൽ പോരെ അടുത്ത തവണ കേരളം ഭരിക്കുന്നത് BJP ആവാൻ എന്തെങ്കിലും കാലതാമസത്തിന്റെ ആവശ്യമുണ്ടോ? കേരളം BJP ഭരിച്ചാൽ ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ തന്നെ സുരേഷ് ഗോപിക്കും മേയർ VV രാജേഷിനൊക്കെ നടത്താൻ സാധിക്കും.
ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇതൊക്കെ വിവേകമുള്ള ഏതൊരു മലയാളിക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ വികസനം ആര് കൊണ്ടുവരികയാണെങ്കിലും അത് UDF ആയിക്കൊള്ളട്ടെ, LDF ആയിക്കൊള്ളട്ടെ, നമ്മൾ സാധാരണക്കാർക്ക്, നമ്മൾ മലയാളികൾക്ക് ആര് ഗുണം ചെയ്യുന്നോ അവർക്ക് നമ്മൾ കൈയടിക്കണം. അതല്ലേ ജനാധിപത്യത്തിന്റെ മഹത്വം എന്നൊക്കെ പറയുന്നത്. അപ്പൊ സുരേഷ് ഗോപി ഇവിടെ വലിയ പദ്ധതികൾ കൊണ്ടുവരുന്നു. പക്ഷെ കടക്കൽ കത്തിവെക്കുന്നത് നമ്മുടെ കേരളം ഭരിക്കുന്നവരും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഉദ്യോഗസ്ഥന്മാരാ. കേരളം ആര് ഭരിച്ചാലും ഉദ്യോഗസ്ഥന്മാര്, ചില ആളുകൾ അവർക്കൊപ്പം നിൽക്കും. അപ്പൊ ഇതൊക്കെ തന്നെ വിവേകമുള്ള സകല മലയാളികളും തിരിച്ചറിയാ. ഇനി ഒരൊറ്റ ചോദ്യം കൂടി, ഇവിടെ 19 MP മാരുണ്ടായിരുന്നല്ലോ, അവരൊക്കെ ഇപ്പോ എന്ത് ചെയ്യുന്നു?